ആരാണ് ഡീമൺ സ്ലെയറിലെ മോസ്റ്റ് ഹേറ്റഡ് ക്യാരക്ടർ? ഇതിനെപ്പറ്റി നമ്മളൊരു പോൾ ഇട്ടപ്പോൾ ഭൂരിഭാഗം പേരുടെ അഭിപ്രായം ദോമ എന്നായിരുന്നു. പക്ഷേ ഡീമൺ സ്ലെയറിൽ തന്നെ മോസ്റ്റ് ഹേറ്റഡ് ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് കൈഗാക്കു ആണ്. കുട്ടിക്കാലത്ത് തന്നെ സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയതിനാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ കൈഗാക്കു തയ്യാറായിരുന്നു. തന്നെ ആക്രമിക്കാമെന്ന ഡീമണിൽ നിന്ന് രക്ഷ നേടാൻ യോമയുടെ സംരക്ഷണത്തിലുണ്ടായിരുന്ന തന്റെ സുഹൃത്തുക്കളെ കൈഗാക്കു ഒറ്റിക്കൊടുക്കുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം കുട്ടികൾ മരിക്കാനുള്ള കാരണം താനാണെന്നോർത്ത് ഗ്യോമയെ കടുത്ത മനോവിഷമത്തിലാക്കി. പിന്നീട് ഒരിക്കലും ഗ്യോമയെ ആരും ചിരിച്ച മുഖത്തോടു കൂടി കണ്ടിട്ടില്ല. ഇതിനെല്ലാം കാരണം കൈഗാക്കു ആണ്. പിന്നീട് കൈഗാക്കു ഡീമൺ സ്ലെയർ ആയപ്പോൾ തന്റെ ജൂനിയർ ആയിരുന്ന സെനിറ്റ്സുവിനോട് യാതൊരുവിധ സ്നേഹവും അനുകമ്പയും കൈഗാക്കു കാണിച്ചിരുന്നില്ല. പക്ഷെ സെനിറ്റ്സു ആകട്ടെ കൈഗാക്കുവിനെ തന്റെ മൂത്ത സഹോദരനായിട്ടാണ് കണ്ടിരുന്നത്. കൂടാതെ തന്നെ പരിശീലിപ്പിച്ച മാസ്റ്ററിനോട് വലിയ റെസ്പെക്ട് ഒന്നും കൈഗാക്കു കൊടുത്തിരുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ കൈഗാക്കു ഡീമൺ ആയ സമയത്ത് അതിന്റെ വിഷമം സഹിക്ക വയ്യാതെ മാസ്റ്റർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. താൻ പിതാവിനെ പോലെ കണ്ടിരുന്ന തന്റെ മാസ്റ്ററിന്റെ മരണത്തിന് കാരണക്കാരൻ കൈഗാക്കു ആണെന്നറിഞ്ഞ ജെനിസുവിന് കൈഗാക്കുവിനോട് തീർത്താൽ തീരാത്ത പകയായി. ആ പകയുടെ അളവ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ ഫോട്ടോ മാത്രം കണ്ടാൽ മതിയാവും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഡീമൺ സ്ലെയറിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഹേറ്റഡ് ക്യാരക്ടറായി കൈഗാക്കു മാറുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക.